ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നടന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞു കിടക്കുമ്പോൾ ബാധകമായ വ്യവസ്ഥകൾ പരിഗണിക്കുക. 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്തങ്ങളും പ്രവർത്തനങ്ങളും ഉപരാഷ്ട്രപതി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഓഫീസുകൾ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നു. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെ ഓഫീസുകൾ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ആരായിരിക്കും? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് എന്ന് പറയുന്നത് ശരിയാണ്. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൻ്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് വരെ രാഷ്ട്രപതിയായി പ്രവർത്തിക്കുന്നു. ശരിയാണ്. അത്തരം ഒഴിവുകൾ പരിഹരിക്കുന്നതിനായിട്ട് പാർലമെൻറ്റ് 1969 പ്രസിഡൻറ്റ് നിയമം പാസ്സാക്കി. ധർമ്മനിർവഹണം പ്രസിഡൻറ്റ് നിയമം പാസ്സാക്കി. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലിൻ്റെ ചുമതലകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നുള്ളതാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് എടുത്തെഴുതാനാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യയുടെ അറ്റോർണി ജനറലിന് റഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ സർക്കാരിനെ ഉപദേശിക്കുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും പ്രേക്ഷകനായി എത്താൻ അവകാശമുണ്ട്. ശരിയാണ്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും നടപടികളിൽ സംസാരിക്കാൻ അറ്റോർണി ജനറലിന് അവകാശമുണ്ട്. ശരിയാണ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും വോട്ട് ചെയ്യാനുള്ള അവകാശം അറ്റോർണി ജനറലിനുണ്ട് എന്ന് പറഞ്ഞു. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1, 2, 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. എ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെൻറ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1964 ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഏത് സമ്മേളനമാണ് സാധാരണയായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത്? മൺസൂൺ സമ്മേളനമാണ്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത് മൺസൂൺ സമ്മേളനമാണ്. ഫൗണ്ടിംഗ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ സി ആണ് ആൻസർ. അച്യുത് ചേതനാണ്. റിവേഴ്സ് മോർഗേജ് സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാരായ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വയ്ക്കുന്നത്? അവരുടെ സ്വത്താണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാർബൺ ഡയോക്സൈഡ് ആണ് ആൻസർ. ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം മെഡുല ഒബ്ലങ്കേറ്റ ആണ്. ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളാജൻ്റെ സമന്വയത്തിന് ആവശ്യമായ വിറ്റാമിൻ സി ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് വൈറസ് മൂലം ഉണ്ടാകാത്തത്? വൈറസ് മൂലം ഉണ്ടാകാത്തത് ഇവിടെ ട്യൂബർകുലോസിസ് ആണ്. മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിസ് ആണ് ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ. അപ്പം ഓപ്ഷൻ എ ആണ് only 2 എന്നുള്ളതാണ് ഇവിടെ ശരി. ഇന്ത്യ നേടിയ ഒളിമ്പിക്സ് മെഡലുകളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഒളിമ്പിക്സ് കായിക ഇനമാണ് ഫീൽഡ് ഹോക്കി. ശരിയാണ്. ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഒളിമ്പിക്സ് കായിക ഇനം ഫീൽഡ് ഹോക്കിയാണ്. 1928 ഇന്ത്യ ആദ്യത്തെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടി. 1928 തന്നെയാണ് ഇന്ത്യ ആദ്യത്തെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടുന്നത്. ശരിയാണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തിയാണ് അഭിനവ് ബിന്ദ്ര. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്.
2008 അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ നേടുന്നത്. അത് 10 മീറ്റർ എയർ റൈഫിളിൽ ബീജിംഗ് ഒളിമ്പിക്സിലാണ് അദ്ദേഹം ആ ഒരു മെഡൽ നേടുന്നത്, സ്വർണ്ണ മെഡൽ നേടുന്നത്. 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു കണ്ണം മല്ലേശ്വരി. ശരിയാണ്. ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റ്. ബാക്കി 3 1, 2, 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. താഴെ പറയുന്ന എഴുത്തുകാരെ അവരുടെ തൂലികാനാമവുമായി ഒത്തുനോക്കുക. ജോർജ് വർഗീസ്. ജോർജ് വർഗീസിൻ്റെ നമുക്കറിയാം കാക്കനാടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ തൂലികാനാമം. MP ഭട്ടതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ തൂലികാനാമം പ്രേംജി എന്നാണ്. PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ് എന്നാണ് അറിയപ്പെടുന്നത്. MK മേനോൻ അറിയപ്പെടുന്നത് വിലാസിനി എന്നുമാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. A3, B1, C4, D2. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ് തെറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കേരള കലാമണ്ഡലം രൂപീകൃതമായത് 1930 അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പം ഒന്ന് വരുന്നത് ഏതാണ് എന്ന് നോക്കിയാൽ മതി. എയിലും ഡിയിലും വരുന്നുണ്ട് 1. അപ്പം എ ഓപ്ഷനിൽ 2 വരുന്നുണ്ട് ഒന്നിൻ്റെ കൂടെ. അപ്പം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഡയറക്ടർ NV കൃഷ്ണവാര്യർ ആയിരുന്നു എന്നുള്ളത് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് വരത്തില്ല. ഇനിയുള്ളത് ഡി ഓപ്ഷനാണ്. 4 ഒന്നിൻ്റെ കൂടെ വരിക. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമുക്ക് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപിതമായത് എന്നാണ് എന്ന് അറിയത്തില്ലെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് വരാനായിട്ട് പറ്റും. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. 1956 ഒക്ടോബർ 15 കേരള സാഹിത്യ അക്കാദമി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ശരിയായിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 4ഉം തെറ്റ്. താഴെ പറയുന്നവയിൽ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്ന കലാരൂപം പടയണിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം. ഓപ്ഷൻ എ പാരീസ് ആണ്. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെക്കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയാണ് ചോദിച്ചിട്ടുള്ളത്. 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷുകാർക്കെതിരെ ടിപ്പുവിന് ഡച്ചുകാരുടെ സഹായം ലഭിച്ചു. തെറ്റാണ്. 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു വിജയിച്ചു. തെറ്റാണ്. 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വെല്ലസ്ലി പ്രഭു ഇംഗ്ലീഷുകാരെ നയിച്ചു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1ഉം 2ഉം ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഹൈദർ അലി ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടി. അതും ശരിയാണ്. 3ഉം 4ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ശരി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഏതാണ് പാഴ്സി നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്? ഇവിടെ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ശരി. റാസ് ഗോഫ്തറും റഹ്നുമായി മസ്ദയസൻ സഭയുമാണ്. ഇനി പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ചരിത്ര സംഭവങ്ങളുടെ ശരിയായ ക്രമീകരണം നൽകുന്നത്? കല്ലുമാല സമരം, സാധുജന പരിപാലന സംഘത്തിൻ്റെ രൂപീകരണം, കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണം, വില്ലുവണ്ടി യാത്ര. ഓപ്ഷൻ എ ആണ് ആൻസർ. ആദ്യം വരുന്നത് വില്ലുവണ്ടി യാത്ര, അതിനുശേഷം സാധുജന പരിപാലന സംഘത്തിൻ്റെ രൂപീകരണം, പിന്നീട് കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണം, ലാസ്റ്റിലാണ് കല്ലുമാല സമരം വരുന്നത്. എങ്ങനെയായിരുന്നു 1920 കൊച്ചിൻ റെഗുലേഷൻ 12 1920 മുമ്പ് തിരുവിതാംകൂറുകാർ നടത്തിയ സമാന പ്രവൃത്തികളേക്കാൾ ഒരുപടി മുന്നിൽ? താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് only 2 എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. ബഹുഭാരത്വം നിരോധിച്ചു. അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഹോ ചി മിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം സ്ഥാപിച്ചു. ശരിയാണ്. ദക്ഷിണ വിയറ്റ്നാമിൻ്റെ ഏകാധിപതിയായിരുന്നു എൻഗോ ദിൻ ഡൈം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിയറ്റ്നാം യുദ്ധം US വലിയ വിജയമായിരുന്നു. അത് തെറ്റാണ്. അപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 1954 വിയറ്റ്നാമിലെ ഫ്രഞ്ച് ഭരണം അവസാനിച്ചു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് എഴുതാനാണ്.
പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു ലൈൻ ഏജൻസിയാണ്. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1947 PMO നിലവിൽ വന്നു. ശരിയാണ്. 1977 ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് എന്ന് അറിയപ്പെട്ടിരുന്നു. ശരിയാണ്. ഗവൺമെൻറ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു. ഓപ്ഷൻ ബി 2, 3, 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഈ ഗവേൺസിൻ്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്? താഴെ തത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ഇവിടെ സർക്കാർ പ്രക്രിയകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തി. ശരിയാണത്. തുല്യമായ ഭരണം ഉറപ്പാക്കുന്നതിന് പ്രതികരണശേഷിയും പങ്കാളിത്തവും വർദ്ധിപ്പിക്കൽ. ഇത് രണ്ടുമാണ് ഈ ഗവേൺസിൻ്റെ തത്വങ്ങളിൽ ശരിയായിട്ടുള്ളത്. അപ്പം 2, 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. ബി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. താഴെ പറഞ്ഞവയിൽ ഏതാണ് വിവിധ അപകട സാധ്യതകളിലേക്കും അപകടങ്ങളിലേക്കും മനുഷ്യ ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ദുർബലത വർദ്ധിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സാമൂഹിക ജനസംഖ്യാ പ്രവണതകൾ? ഏതാണ്? 1, 4 ആണ് കറക്റ്റായിട്ടുള്ളത്. ദ്രുത നഗരവൽക്കരണവും ജനസംഖ്യാ വളർച്ചയുമാണ്. ഓപ്ഷൻ എ ആണ് ശരി. നിയമപരമായ അവകാശം എന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതിനായി ഏത് നിയമത്തിൻ്റെ രൂപീകരണം പരാമർശിച്ചിരിക്കുന്നു? ഇതിൽ മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമമാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142ൻ്റെ പ്രാഥമിക ലക്ഷ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആർട്ടിക്കിൾ 142ൻ്റെ പ്രാഥമിക ലക്ഷ്യം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. only 2 എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആർട്ടിക്കിൾ 142 പ്രാഥമിക ലക്ഷ്യം സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുക എന്നുള്ളതാണ്. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരിച്ചറിയുക. ആദ്യം കൊടുത്തിരിക്കുന്നത് ഭാബറിനെ പറ്റിയാണ്. ഹിമാലയത്തിൻ്റെ അടിവാരത്തുള്ള ഇടുങ്ങിയ മേഖല, പാറക്കെട്ടുകളും ചരൽക്കല്ലുകളും നിറഞ്ഞ ഭൂപ്രകൃതി. ശരിയാണ്. ഭാബർ ഹിമാലയത്തിൻ്റെ അടിവാരത്ത് കാണുന്ന ഇടുങ്ങിയ മേഖല, അതുപോലെ അവിടെ പാറക്കെട്ടുകളും ചരൽക്കല്ലുകളുമാണ് കാണുക. ഇനി ടെറായിയുടെ പറഞ്ഞിട്ടുള്ളത് പഴയ അലൂവ്യവും സമതലത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗവും ചേർന്നാണെന്ന് പറയുന്നു. അത് തെറ്റായിട്ടുള്ളതാണ്. ടെറായി എന്താണ്? ചതുപ്പ് നിലമാണ്. അത് വന്നേക്കുന്നത് ഭങ്കറിലാണ് എഴുതിയേക്കുന്നത്. ടെറായുടെ പ്രത്യേകത ഭാബറിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചതുപ്പ് നിലമാണ് ടെറായി. അപ്പോൾ അത് തെറ്റാണല്ലോ. ഇനി ഭങ്കർ എന്ന് പറയുന്നത് എന്താണ്? പഴയ അലൂവ്യമാണ്. അപ്പോൾ പഴയ അലൂവ്യം നിക്ഷേപം എന്നുള്ളത് അല്ല കൊടുത്തിട്ടുള്ളത് ഭങ്കറിൻ്റെ നേരെ. അപ്പോൾ അതും തെറ്റാണ്. ഖാദർ എന്നത് നമുക്കറിയാം പുതിയ അലൂവ്യമാണ്. അപ്പോൾ ആ 3 തെറ്റാണ്. ഭാബറാണ് ശരിയായിട്ടുള്ളത്. ഇനി 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ഹിമാനി സംരക്ഷണമാണ്. ഭാരതത്തിൽ 2ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം നേടാൻ വൻകിട വ്യവസായങ്ങളിൽ ഉള്ള നിക്ഷേപത്തിന് പ്രാധാന്യം നൽകി നടപ്പാക്കിയ തന്ത്രം ഏതാണ്? നമുക്കറിയാം 2ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ മഹൽനോബിസ് മോഡലാണ്. അപ്പോൾ ഇവിടെ എ ഓപ്ഷൻ മഹൽനോബിസ് തന്ത്രമാണ് വരിക. 1991 ഇന്ത്യക്ക് വായ്പ നൽകാനായി ലോകബാങ്കും IMFും സംയുക്തമായി ഏർപ്പെടുത്തിയ സ്വതന്ത്ര വിപണി സാമ്പത്തിക നയപരിഷ്കാരങ്ങളുടെ നിബന്ധന ഡാഷ് എന്ന് അറിയപ്പെടുന്നു. SAPs ആണ്. ഘടനാപരമായ ക്രമീകരണ പരിപാടികളാണ് ഇവിടെ ആൻസർ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നടപ്പാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഏറ്റെടുത്ത പ്രധാന നയപ്രവർത്തനങ്ങളിൽ ഏത് ഉൾപ്പെടുന്നില്ല? 4 കൊടുത്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെടാത്തത് GST ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിൻ്റെ 100ാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. NVS-02 ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജത്തിൻ്റെ അളവ് സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകം. ഓപ്ഷൻ ഡി ഹീലിയം ആണ് ആൻസർ. ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും രാസനാമം ചോദിച്ചിട്ടുണ്ട്. ബേക്കിംഗ് സോഡയുടെ രാസനാമം സോഡിയം ബൈകാർബണേറ്റ് എന്നാണ്.
വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റുമാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. താഴെ പറയുന്നവയിൽ ഇരുമ്പിൻ്റെ ധാതു അല്ലാത്ത സംയുക്തം. ഇവിടെ ഇരുമ്പിൻ്റെ ധാതു അല്ലാത്ത സംയുക്തം മാലക്കൈറ്റ് ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും ശരിയായ സെറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? കാൽസ്യവും ഓക്സിജനുമാണ്. ലോഹവും അലോഹവുമാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഉള്ള ലോഹമാണ് കാൽസ്യം, ഏറ്റവും കൂടുതലുള്ള അലോഹമാണെങ്കിൽ ഓക്സിജനുമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ബഹിരാകാശ യാത്രികരുടെ പേരുകൾ വിഭാഗം എയിലും അതുപോലെ അവർ ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങളുടെ എണ്ണം ബിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ശരിയായിട്ടുള്ള ഓപ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശരിയായിട്ടുള്ളത് പെഗി വിൽസൺ 675 ദിവസം എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരി. അടുത്തത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മഞ്ചേശ്വരം വടക്കേ അറ്റത്തുള്ള നദിയാണ്, ശരിയാണ്. കബനി, ഭവാനി, പമ്പ എന്നിവ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ നദികളാണ്. അപ്പം ബി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ. പ്രസ്താവന എ ശരിയാണ്, പ്രസ്താവന ബി തെറ്റാണ്. താഴെ പറയുന്ന തീയതികളിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് വിഷുവം സംഭവിക്കുന്നത്? ഇക്വിനോക്സിസ് നമ്മൾ പഠിച്ചതാണ്. മാർച്ച് 21 സെപ്റ്റംബർ 23 ഓപ്ഷൻ ബി ആണ് ആൻസർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി എഴുതാനാണ് അടുത്തത്. അമാവാസിയിലും പൗർണമിയിലും വസന്തകാല വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നു. അതാണ് ശരിയായിട്ടുള്ളത്. അമാവാസിയിലും പൗർണമിയിലും വസന്തകാല വേലിയേറ്റങ്ങൾ സ്പ്രിംഗ് ടൈഡ്സ് ആണ് സംഭവിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ ശരിയായി ജോഡിയാക്കിയിരിക്കുന്നത്? ഇവിടെ ലാൻഡ്സാറ്റ് USA എന്നുള്ളതാണ് ശരി. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് COPDയുടെ പ്രാഥമിക കാരണം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. പുകവലിയാണ്. കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭം. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ ഡി ആണ് അമ്മ മനസ്സാണ്. കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭമാണ് അമ്മ മനസ്സ്. ഒരു ചരടിൻ്റെ അറ്റങ്ങളിലൊന്ന് ആന്തോളനം ചെയ്തുകൊണ്ട്, ആന്തോളനം എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുന്നു. ആന്തോളനത്തിൻ്റെ ആവൃത്തി ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്താണ്? തരംഗത്തിൻ്റെ വേഗത മാറ്റമില്ലാതെ തുടരുകയും തരംഗ ദൈർഘ്യം വേവ് ലെന്ത് കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ബി ആണ് ശരി. തരംഗത്തിൻ്റെ വേഗത സ്പീഡ് മാറ്റമില്ലാതെ തുടരും, വേവ് ലെന്ത് കുറയും, ഡിക്രീസ് ചെയ്യും. അതാണ് ശരിയായിട്ടുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗമാണ് VE എങ്കിൽ ഭൂമിയുടെ 4 ഇരട്ടി പിണ്ഡമുള്ളതും അതേ ആരമുള്ളതുമായിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള ആ വസ്തുവിൻ്റെ പലായന പ്രവേഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 2VE ആണ്. താഴെ പറഞ്ഞതിൽ ഏതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിൻ്റെ സവിശേഷത അല്ലാത്തത്? ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ഗതികോർജം പതന വികിരണത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. IAAP, IADP, HYVP എന്നിവ ഇന്ത്യയിലെ ഏത് പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കിയ പ്രധാന പ്രവർത്തനങ്ങളാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഹരിത വിപ്ലവമാണ്. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി നയങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉയർന്ന വളർച്ചാ നിരക്ക്, സാമൂഹ്യനീതി, സ്വയം പര്യാപ്തത അതാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 2024 ജൂലൈ 27 സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിൻ്റെ 9ാം യോഗത്തിൻ്റെ പ്രധാന വിഷയം എന്തായിരുന്നു? വികസിത ഭാരത് അറ്റ് 2047 ആണ്. ഇന്ത്യയിൽ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മന്ത്രിസഭയുടെ വലിപ്പം ലോകസഭയുടെയോ സംസ്ഥാന നിയമസഭയുടെയോ മൊത്തം അംഗസംഖ്യയുടെ 15% പരിമിതപ്പെടുത്തിയത്? 91ാം ഭേദഗതിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം കണ്ടുപിടിക്കുക. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ A² - B² = A+B × A-B എന്നുള്ള ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ വരും? നമുക്ക് അങ്ങനെ എന്താണ്
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിലാണ് ന്യൂമറേറ്റർ കിടക്കുന്നത്. അപ്പോൾ അതിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ളതാക്കുമ്പം അവിടെ എ മൈനസ് ബി എന്നുള്ളത് താഴെ എ മൈനസ് ബി രീതിയിലല്ലേ, അപ്പോൾ അത് രണ്ടും വെട്ടിപ്പോയിട്ട് എ പ്ലസ് ബിയുടെ ആണ് എടുക്കുന്നത്. അപ്പം 2.39 പ്ലസ് 1.61 നോക്കണം. അപ്പം 4 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 36, 34 നമുക്കറിയാം ഇതിങ്ങനെ വരുന്നത് 2, 4, 2, 4 അങ്ങനെ കുറഞ്ഞാണ്. അപ്പോൾ അടുത്ത സംഖ്യ വരുന്നത് 22 ആയിരിക്കും. അടുത്തത് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് കിട്ടിയത് തെക്ക് എന്നാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. എനിക്കറിയത്തില്ലത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ഇടുക. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അടുത്തത് സിംപ്ലിഫൈ ചെയ്യാനാണ്. ഞാൻ ക്വസ്റ്റ്യൻ പറയാം. 1/2 the all raised to -2 പ്ലസ് 1/3 the all raised to -2 പ്ലസ് 1/4 the all raised to -2 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം 1/2 the all raised to -2നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ 1/3 all raised to -2 എന്നുള്ളതിനെ 3 സ്ക്വയർ എന്ന് എഴുതാം. അടുത്തത് 4 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എന്താണ് കിട്ടുക? 29 ആണ് ആൻസർ വരുന്നത്. അടുത്തത് ഒരു ജോലി എ 4 മണിക്കൂർ കൊണ്ടും ബിയും സിയും ഒരുമിച്ച് 3 മണിക്കൂർ കൊണ്ടും എയും സിയും ഒരുമിച്ച് 2 മണിക്കൂർ കൊണ്ടും ചെയ്ത് തീർക്കും. അങ്ങനെയെങ്കിൽ ബി മാത്രം ആ ജോലി എത്ര സമയം കൊണ്ട് ചെയ്യുമെന്നുള്ളത് ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. എയുടെ താഴെ എ ചെയ്യുന്ന ദിവസം എത്രയാണ്? 4 മണിക്കൂർ. പിന്നെ ബിയും സിയും 3 മണിക്കൂർ, എയും സിയും 2 മണിക്കൂർ. അപ്പോൾ ഇതിൻ്റെ LCM എടുക്കുമ്പോൾ നമുക്ക് 12 എന്നാണ് കിട്ടുന്നത്. മൊത്തം വർക്കാണ്. അപ്പം അതിൽ നിന്നും നമുക്ക് ഓരോരുത്തരുടെയും എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാം. എയുടെ ആണെങ്കിൽ 3 വരും എഫിഷ്യൻസി. ബിയും സിയും കൂടെ ഉള്ളതാണ് അടുത്തത് വരുന്നത്. എഫിഷ്യൻസി എത്രയാണ്? 4 ആണ് വരുന്നത്. എയും സിയും കൂടെ ഉള്ളത് 6 ആണ് എഫിഷ്യൻസി വരുന്നത്. അപ്പോൾ നമുക്ക് എയും സിയും കൂടെ ഉള്ള എഫിഷ്യൻസി 6 എന്ന് കാണുമ്പോൾ തന്നെ അറിയാം. എയുടെ നമ്മളിവിടെ കണ്ടുപിടിച്ചിരുന്നു 3 ആണെന്ന്. അപ്പോൾ ബാക്കി എത്ര ആണ്? ബാക്കി 3 ആണ് വരുന്നത് സിയുടെ എഫിഷ്യൻസി. അപ്പോൾ എയുടെയും സിയുടെ എഫിഷ്യൻസി 3 ആണ്. അങ്ങനെയെങ്കിൽ ബിയുടെ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി നമ്മൾ പറഞ്ഞിട്ടുള്ളത് 4 ആണ്. സിയുടെ നമുക്ക് കിട്ടി 3 എന്ന്. അപ്പോൾ ബിയുടെ എത്രയായിരിക്കും? 1 ആയിരിക്കും വരിക. അപ്പം ബി മാത്രം ആ ജോലി എത്ര സമയം കൊണ്ട് ചെയ്യുമെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ബൈ എഫിഷ്യൻസി നോക്കിയാൽ മതി. 12/1 നോക്കുമ്പോൾ 12 അവർ എന്ന് കിട്ടും. 12 മണിക്കൂറാണ് ബി ഒറ്റയ്ക്ക് ചെയ്താലുള്ളത്. ഇനി ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഹെയിൽ എന്നത് അത് എനിക്ക് കിട്ടിയിട്ടില്ല. അടുത്തത് എമ്മിൻ്റെ മകനാണ് കെ, കെയുടെ ഭാര്യയാണ് എല്ലിൻ്റെ മകനാണ് ജെ, എമ്മിനെ വിവാഹം കഴിച്ചത് പി. അങ്ങനെയെങ്കിൽ ജെയ്ക്ക് എമ്മുമായുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മകൻ്റെ മകൻ എന്ന് കിട്ടും. അടുത്തത് 981നെ 5:4 എന്ന അനുപാതത്തിൽ വിഭജിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? 981/5/981 ഇൻറ്റു 5/9 നോക്കണം. അപ്പോൾ അത് വെട്ടിപ്പോകുമ്പോൾ 545 എന്ന് കിട്ടും. അതുപോലെ 981 ഇൻറ്റു 4/9 നോക്കുമ്പോൾ 436 എന്നും കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒരു വസ്തു 1920 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭശതമാനം അതേ വസ്തു 1280 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ ഉണ്ടാക്കുന്ന നഷ്ടശതമാനത്തിന് തുല്യമാണ്. ഇവിടെ ലാഭശതമാനം 1920 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭശതമാനവും 1980 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ ഉണ്ടാക്കുന്ന നഷ്ടശതമാനവും തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 25% ലാഭം ലഭിക്കാൻ പ്രസ്തുത വസ്തു എത്ര വിലയ്ക്ക് വിൽക്കണം എന്നതാണ് ക്വസ്റ്റ്യന്. അപ്പം നമുക്ക് ഇത് ശരിക്കുമുള്ള വില കണ്ടെത്താൻ വേണ്ടി 1920 പ്ലസ് 1280/2 ചെയ്താൽ മതി. ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമുക്കൊരു ഒരു സംഖ്യ കിട്ടും, ആവറേജ് കിട്ടും. അത് 1600 എനിക്ക് കിട്ടിയത്. അപ്പം 1600 രൂപയാണ് വസ്തുവിൻ്റെ വില. അപ്പം 25% ലാഭം ലഭിക്കാൻ വസ്തു എത്ര വിലയ്ക്ക് വിൽക്കണമെന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? 1600 ഇൻറ്റു 125/100 നോക്കണം. അപ്പോൾ നമുക്ക് കിട്ടും 2000 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഐഡൻറ്റിഫൈ ദി ടൈപ്പ് ഓഫ് ദി വെർബ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദി ഫോളോയിങ് സെൻറ്റൻസ്. ഇതിൽ
ഈ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ യു ലെറ്റ് ഹെർ ഗോ എന്നുള്ളതാണ്. ഈ സെൻറ്റൻസിൽ ഇറ്റാലിക്സിൽ ഗോ ആണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ അതൊരു വെർബാണ്. അപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് വെർബാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. എന്തായാലും ജെറിൻഡ് വരത്തില്ല. ജെറിൻഡിന് നമുക്കറിയാം ING ഫോമിലാണ് ഇരിക്കുക ജെറിൻഡ്. പിന്നെ ടു ഇൻഫിനിറ്റീവ് അല്ല എന്നറിയാം, ടു വന്നിട്ടില്ലല്ലോ. പിന്നെ പ്രസൻറ്റ് പാർട്ടിസിപ്പിളും അല്ല. അപ്പം ബെയർ ഇൻഫിനിറ്റീവ് ആണ് ആൻസർ. കറക്റ്റ് ദി ഫോളോയിങ് സെൻറ്റൻസ് ബൈ ചൂസിങ് ദി റൈറ്റ് ഓപ്ഷൻ. നെയ്തർ ദി പ്രിൻസിപ്പാൾ നോർ ദി ടീച്ചേഴ്സ് ഈസ് ഗോയിങ് ഫോർ ദി ടൂർ. നെയ്തർ നോർ വന്നു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് സബ്ജക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സബ്ജക്റ്റ് അനുസരിച്ചാണ് വെർബ് വരേണ്ടത്. ഇവിടെ സെക്കൻഡ് സബ്ജക്റ്റ് ടീച്ചേഴ്സ് എന്നുള്ളതാണ്. അപ്പം പ്ലൂറലാണ്. അപ്പോൾ ആർ ഗോയിങ് ആണ് വരിക. ഓപ്ഷൻ സി ആണ് വരിക. ദി ഇഡിയം ഇൻ ദി ഫോളോയിങ് സെൻറ്റൻസ് മീൻസ് പെർഫ്യൂംസ് വെയർ ഡൈം എ ഡസൻ ഫോർ ഹിം ഇൻ ദോസ് ഡേയ്സ്. ഡൈം എ ഡസൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. പ്ലെൻറ്റി ആൻഡ് കോമൺ എന്നുള്ളതാണ്. ഡൈം എ ഡസൻ എന്ന് പറഞ്ഞാൽ പ്ലെൻറ്റി ആൻഡ് കോമൺ എന്നാണ്. ഐ ബാങ്ക് ഓൺ യുവർ വേർഡ്. ദ ഫ്രേസൽ വെർബ് ഇൻ ഇറ്റാലിക്സ് മീൻസ്. ബാങ്ക് ഓൺ എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബേസസ് വൺസ് ഹോപ്പ് ഓൺ സംതിങ് ഓർ സം വൺ എന്നുള്ളതാണ് ആൻസർ. ഐഡൻറ്റിഫൈ ദി എറർ ഇൻ ദി ഫോളോയിങ് സെൻറ്റൻസ്. വൺ ഓഫ് ദി ഗേൾസ് ആർ ഫ്രം മുംബൈ. വൺ ഓഫ് ദി വന്നിട്ട് നൗൺ പ്ലൂറലായി കഴിഞ്ഞാൽ വെർബ് സിംഗുലർ വെർബായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നൗൺ പ്ലൂറലാണ്. അപ്പം സിംഗുലർ വെർബാണ് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. വരിക എങ്ങനെയാണ്? വൺ ഓഫ് ദി ഗേൾസ് ഈസ് എന്നാണ് വരിക. കംപ്ലീറ്റ് ദി സെൻറ്റൻസ് യൂസിങ് ദി അപ്രോപ്രിയേറ്റ് ടാഗ്. ഡോണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഇവിടെ ഒരു ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പം വില്യു ആണ് ഇവിടെ ആൻസർ വരിക. ക്വസ്റ്റ്യൻ ടാഗ് വരിക വില്യു ആണ്. കറക്റ്റ് ദി ഫോളോയിങ് സെൻറ്റൻസ്. ദ അഫക്ട്സ് ഓഫ് COVID-19 ആർ ഫാർ റീച്ചിങ്. അഫക്ട്സ് എന്ന് വരത്തില്ല, എഫക്ട്സ് എന്നാണ് വരിക. അപ്പോൾ എഫക്ട്സ് ഓഫ് COVID-19 ആർ ഫാർ റീച്ചിങ് ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് ശരി. ഹിസ് ബിഹേവിയർ അറ്റ് ദി പാർട്ടി വാസ് അട്രോഷ്യസ്. അട്രോഷ്യസ് എന്നതിൻ്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പാലിംഗ് ആണ്. അപ്പാലിംഗ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. സീയിങ് എ സ്നേക്ക് ഇൻ ദി ഗാർഡൻ ലാലു സ്ക്രീംഡ് ഫോർ ഹെൽപ്പ്. ദിസ് സെൻറ്റൻസ് മേ ബി ട്രാൻസ്ഫോംഡ് ആസ്. ഈ സെൻറ്റൻസ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് വരിക. വെൻ ഹി സോ എ സ്നേക്ക് ഇൻ ദി ഗാർഡൻ ലാലു സ്ക്രീംഡ് ഫോർ ഹെൽപ്പ്. അതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇറ്റാലിക്സ്ഡ് വേർഡിൻ്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻവീഡിയസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻവീഡിയസിൻ്റെ മീനിങ് വരുന്നത് അൺപ്ലസൻറ്റ് എന്നാണ്. ഇൻവീഡിയസ് എന്നാൽ അൺപ്ലസൻറ്റ് എന്നാണ്. അടുത്തത് മലയാളമാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഏറ്റവും ആധുനികമായ എന്നാണ്. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ. പുരോഗതി ഇല്ലായ്മയാണ് ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയായ പദം ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരിക. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ശരിയായ വാക്യം വരുന്നത് ഇവിടെ ഓപ്ഷൻ എ ആണ്. ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് തെറ്റാണ്. സാമുദായികവും സാംസ്കാരികവുമായിട്ടുള്ള ഇടപെടലുകൾ എന്നുള്ളതാണ് ശരി. ഇത് ആഗമനം എന്നതിൻ്റെ വിപരീതം എഴുതാനാണ്. നിർഗമനമാണ് ആൻസർ. പ്രഭു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം പ്രഭ്വിയാണ്. ഓപ്ഷൻ ഡി ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ തിരഞ്ഞെടുക്കാൻ. പിപ്പാസ വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം, ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം. അത് രണ്ടുമാണ് ശരി. താഴെ പറയുന്നവയിൽ ജലത്തിൻ്റെ പര്യായം അല്ലാത്തത്. അല്ലാത്തത് സിന്ധുവാണ്. സിന്ധു എന്നാൽ സമുദ്രം, നദി എന്നൊക്കെയാണ് അർത്ഥം. ഉദകം, സലിലം, വാരിയൊക്കെ ജലമാണ്. വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? വിദ്യുത് അധികം ശക്തി എന്നതാണ് ശരി. എല്ലാ പദങ്ങളും ശരിയായ ഗണം തിരഞ്ഞെടുക്കുക. ഇതിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അനുഗ്രഹീതൻ, ഗീത, ഗോവിന്ദം, യാദൃശ്ചികം, ആദ്യശ്യം. അതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് ICT ആണ്. വാട്ട് ഈസ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ് ഇൻ ഊപ്പ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ അബ്സ്ട്രാക്ട് ക്ലാസ് എന്നാൽ എന്ത്? എ ക്ലാസ് ദാറ്റ് കനോട്ട് ബി ഇൻസ്റ്റാൻഷിയേറ്റഡ് ആൻഡ് ഈസ് ഡിസൈൻ ടു ബി സബ് ക്ലാസ്ഡ്. അതാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരി. വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് യൂസിങ് ഇൻറ്റ് ആസ് ദി റിട്ടേൺ ടൈപ്പ് ഓഫ് ദി മെയിൻ ഫംഗ്ഷൻ? ഓപ്ഷൻ ബി ആണ്. ഇറ്റ് എൻഷുവേഴ്സ് കമ്പാറ്റബിലിറ്റി വിത്ത് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എക്സ്പെക്ടേഷൻസ്. വാട്ട് ഈസ് എ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇവൻറ്റ് ഡ്രിവൺ പ്രോഗ്രാമിംഗ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇറ്റ് വെയിറ്റ്സ് ഫോർ യൂസർ ആക്ഷൻസ് ഓർ ഇവൻറ്റ്സ് ടു എക്സിക്യൂട്ട് കോഡ്. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ദി ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വിഷ്വൽ ബേസിക് .NET? ഓപ്ഷൻ എ ആണ്. ടു ഇൻക്ലൂഡ് നെയിം സ്പേസസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ അഡ്വാൻറ്റേജസ് ഓഫ് DBMS?
ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ്: റെഡ്യൂസ്ഡ് ഡേറ്റ റിഡൻഡൻസി, ഇംപ്രൂവ്ഡ് ഡേറ്റ സെക്യൂരിറ്റി, ഈസിയർ ഡേറ്റ ആക്സസ് ആൻഡ് ഷെയറിങ്. ഇത് മൂന്നും കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് ശരിയായിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെമ്മറീസ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് ഫാസ്റ്റർ? ഇതിൽ ഫാസ്റ്റർ ഇൻറ്റേർണൽ പ്രോസസ് മെമ്മറിയാണ്. ക്യാഷും രജിസ്റ്ററും ഒക്കെ ചേർന്ന ഇൻറ്റേർണൽ പ്രോസസ് മെമ്മറിയാണ് ഇവിടെ ശരി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കീ ബെനിഫിറ്റ് ഓഫ് യൂസിങ് OCR, ഒപ്റ്റിമൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ഇൻ ഡോക്യുമെൻറ്റ് പ്രോസസ്സിംഗ്? ഏതാണ് വരിക? ഇറ്റ് എനേബിൾസ് മെഷീൻസ് ടു റീഡ് ആൻഡ് കൺവേർട്ട് പ്രിൻറ്റഡ് ഓർ ഹാൻഡ് റിട്ടൺ ടെക്സ്റ്റ് ഇൻ ടു എഡിറ്റബിൾ ഡിജിറ്റൽ ഫോർമാറ്റ്. അടുത്തത് സൂപ്പർ കമ്പ്യൂട്ടറെ പറ്റിയുള്ളത്. മോസ്റ്റ് ലൈക്ലി ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് വരുന്നത്. റണ്ണിങ് ലാർജ് സ്കെയിൽ സിമുലേഷൻസ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് സച്ച് ആസ് വെതർ ഫോർകാസ്റ്റിംഗ് ഓർ പാർട്ടിക്കിൾ ഫിസിക്സ് ആണ് വരിക. ഡാഷ് ട്രാൻസ്ലേറ്റ്സ് ദി മെസ്സേജസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഇൻ ടു എ കോമൺ കമ്പാറ്റബിൾ ഫോം ടു മേക്ക് ദം കമ്മ്യൂണിക്കേറ്റ് സക്സസ്ഫുള്ളി? ഏതാണ്? ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. വാട്ട് ഈസ് ദി ഒക്ടൽ നമ്പർ ഫോർ ദി ഡെസിമൽ നമ്പർ 2025? ഓപ്ഷൻ എ ആണ് വരിക. 3751 എന്നുള്ളതാണ്. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഡിലീറ്റ് ആൻഡ് ട്രങ്കേറ്റ് ഇൻ SQL? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ട്രങ്കേറ്റ് റിമൂവ്സ് all rows and cannot be rolled back, while delete can be rolled back. Which SQL command is used to remove a table from the database? ഡേറ്റാബേസിൽ നിന്ന് ടേബിൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോപ്പ് ടേബിൾ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. വാട്ട് ഈസ് ദി റോൾ ഓഫ് CSS ഇൻ വെബ് ഡെവലപ്മെൻറ്റ്? വെബ് ഡെവലപ്മെൻറ്റിൽ CSSൻ്റെ റോളാണ് ചോദിച്ചിട്ടുള്ളത്. ടു ഡിഫൈൻ ദി ലേഔട്ട് ആൻഡ് സ്റ്റൈൽ ഓഫ് എ വെബ് പേജ് എന്നുള്ളതാണ്. HTML tag used to display an image? ഓപ്ഷൻ എ ആണ് ആൻസർ. IMG ആണ്. വിച്ച് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ JavaScript? ഡു വൈൽ ആണ് ആൻസർ. ഇനി ഇതിൽ ഏത് ഷോർട്ട് കട്ടാണ് അലോസ് യു ടു ടോഗിൾ ദി വിസിബിലിറ്റി ഓഫ് നോൺ പ്രിൻറ്റിംഗ് ക്യാരക്ടേഴ്സ്? Ctrl+, Shift+8 ആണ് വരിക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് നോട്ട് ഫൗണ്ട് അണ്ടർ ദി ഇൻസേർട്ട് മെനു ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്? ഇൻസേർട്ട് മെനുവിൻ്റെ അണ്ടറിൽ വരാത്തത് സ്റ്റൈൽസ് ആണ് ഇതിൽ. വാട്ട് ഡസ് ദി VLOOKUP ഫംഗ്ഷൻ ഇൻ Excel ഡു? ഇറ്റ് സെർച്ചസ് ഫോർ എ വാല്യൂ ഇൻ എ ടേബിൾ ആൻഡ് റിട്ടേൺസ് എ കറസ്പോണ്ടിങ് വാല്യൂ ഫ്രം ദി സെയിം റോ? സി ആണ് ആൻസർ. വിച്ച് കീബോർഡ് ഷോർട്ട് കട്ട് ഇൻ Excel ഈസ് യൂസ്ഡ് ടു ക്വിക്ക്ലി ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ് ഇൻ ദി കറണ്ട് വർക്ക് ബുക്ക്? Shift+F11 ആണ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ഷൻസ് ഈസ് നോട്ട് performed through the insert tab in PowerPoint? ഓപ്ഷൻ സി ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ലേഔട്ട് ആണ് ആൻസർ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.